ഇന്നത്തെ റെസിപ്പി ഷെയർ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് തരുന്ന ലൈക്ക്, കമൻറ്റ്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന സപ്പോർട്ട്, ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാലഡിനെ കുറിച്ചാണ്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയുടെ കലവറയാണ് സാലഡ്സ്. ഇപ്പോൾ വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഡയബറ്റിക്സ് കൺട്രോൾ, അതിന് മാത്രമല്ല മികച്ചൊരു ഫുഡ് ഐറ്റം കൂടിയാണ് സാലഡ്. സാലഡിൻ്റെ വിവിധ ഫ്ലേവറുകളും നിറവും അതിനെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാക്കുന്നു. ഏത് സമയത്തും കഴിക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അവൈലബിളായ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ കുതിർന്ന് കിട്ടുന്ന ചെറുപയർ പരിപ്പ്, മൂങ് ദാൽ, അത് 2 സ്പൂൺ എടുത്ത് നന്നായി കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ചെറുപയർ പരിപ്പ് കുതിരുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആപ്പിൾ, ഗ്രേപ്സ്, കുക്കുംബർ, ക്യാപ്സിക്കം എന്നിവയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കാവുന്നതാണ്. ആദ്യം ഒരു ബൗളിൽ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൂടെ തന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികൾക്ക് പകരം ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഓരോന്നായിട്ട് ചേർക്കണം. ആദ്യം ക്യാപ്സിക്കം ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ കുക്കുംബർ, ആപ്പിള്, ഗ്രേപ്സ്, ഇതെല്ലാം ഒരു മീഡിയം സൈസിൽ വേണം അരിയാനായിട്ട്. തീരെ ചെറുതുമല്ല വലുതുമായിട്ടുമല്ല. അതുപോലെ ക്യാരറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്താണ്. അപ്പം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ഇതിനോടുകൂടി ചേർക്കുക. ക്യാരറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നേരത്തെ സോക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില, അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡെലീഷ്യസും ഹെൽത്തിയും കളർഫുള്ളുമായ സാലഡ് തയ്യാറായി കഴിഞ്ഞു. ക്രഞ്ചിയും ടേസ്റ്റിയുമായ ഈ സാലഡ് ഏത് സമയത്തും കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.